മനോജ് നാഗിരിയുടെ കെം ലെക്ചേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നമ്മൾ കെമിസ്ട്രി സംബന്ധമായിട്ടുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾക്ക്, ഹയർ സെക്കൻഡറി കുട്ടികൾ, ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ഈ ചാനൽ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്യണേ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ അടുത്ത 2-3 ക്ലാസ്സിലായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിൽ നമുക്ക് സംസാരിച്ച് തുടങ്ങാം. നമ്മൾ പ്രകൃതിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്ററിനെ, വസ്തുക്കളെ നമ്മൾ പ്രധാനമായിട്ടും 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കാര്യമാണ്. മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ വർഗീകരിച്ചിരിക്കുന്നത്? ആ മാറ്റർ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ തമ്മിൽ എത്രത്തോളം അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, മാത്രമല്ല ആ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒക്കെ ബേസിസിലാണ് ഈ വർഗീകരണം നടത്തിയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പാരാമീറ്ററിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് മാറ്റർ സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, അതല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ നോക്കി നോക്കൂ, ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സോളിഡ് സബ്സ്റ്റൻസിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്താണ്? ലെസ് അല്ലേ? അതുകൊണ്ടാണ് അവ എന്ത് ചെയ്യുന്നത്? അടുത്ത് നിൽക്കുന്നത്. സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ നമുക്കറിയാം പാർട്ടിക്കിൾ അടുത്തടുത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അതൊരു ഫേം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ദ ഡിസ്റ്റൻസ് ഈസ് ലെസ്. ഓക്കെ. എന്നാൽ ലിക്വിഡ് സബ്സ്റ്റൻസ് വരിക, അതല്ലേ വേണം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് നോക്കാം. എന്നാൽ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിൽ നോക്കൂ, ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന മാറ്ററിന്റെ ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ? അവിടെ എന്താണ്? അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? The distance between the constituent particle in gaseous state is very far, or we can say the distance between the constituent particle is large in the case of gaseous substance. Gaseous substance വരുമ്പോൾ എന്താണ്? ലാർജ് ആണ് അല്ലേ? ആ ഡിസ്റ്റൻസ് എന്താണ്? ലാർജ്. എന്നാൽ gaseous substance വരുമ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ലാർജ് ആണ്. മനസ്സിലായോ? എന്നാൽ സോളിഡിന്റെയും ഗ്യാസിന്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ലിക്വിഡ് സ്റ്റേറ്റ് എടുക്കും. ഈ ലിക്വിഡ് സ്റ്റേറ്റിന്റെ കേസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റിനും ഗ്യാഷ്യസ് സ്റ്റേറ്റിനും ഇടയിലല്ലേ? ഗ്യാഷ്യസ് സ്റ്റേറ്റിന്റെ അത്ര മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചെയ്യുന്നില്ല, ലിക്വിഡിനില്ല. പക്ഷെ സോളിഡിനേക്കാൾ കൂടുതൽ അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതിന്റെ അർത്ഥം എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ അകലം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിനേക്കാളും കൂടുതലാണ് ഡിസ്റ്റൻസ്, എന്നാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിനേക്കാളും കുറവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? മീഡിയം എന്ന് എഴുതാം. എന്താണ്? മീഡിയാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് നോക്കി നോക്കൂ. അട്രാക്റ്റീവ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ പാർട്ടിക്കിളൊക്കെ അടുത്താണ് നിൽക്കുന്നത്, ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ ഒരു ഫാക്ടർ എന്താണ്? ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഇൻ സോളിഡ് സബ്സ്റ്റൻസ് ഈസ് സ്ട്രോങ്. എന്താണ്? സ്ട്രോങ് ആയതുകൊണ്ടാണ് അവ അടുത്തടുത്ത് നിൽക്കുന്നത്, അവ ഫേം ആയിട്ട് നിൽക്കുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് ഇൻ കേസ് ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് എന്താണ്? സ്ട്രോങ് ആണ്. എന്താണ്? സ്ട്രോങ്. എന്നാൽ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിൽ ഈ എക്സ്ട്രീം എനിക്ക് ഇവിടെ വന്ന് നോക്കി നോക്കൂ. ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എന്താണ്? മൂവ് ചെയ്യുന്നതാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? വളരെ വീക്കാണ്. അതുകൊണ്ടല്ലേ അവ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള അടുത്തൊരു ഫാക്ടർ എന്താണ്? അതല്ലെങ്കിൽ ഒരു മാറ്റർ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഫാക്ടർ എന്താണ്? The attractive force between the gaseous molecule is very weak ആണ്. മനസ്സിലായില്ലേ? അപ്പൊ gaseous substanceന്റെ കേസിൽ attractive force is very weak. എന്നാൽ ലിക്വിഡിന്റെ കേസിൽ എന്താണ്? ലിക്വിഡ് gaseous substanceന്റെ അത്ര മൂവ് ചെയ്യില്ല, പക്ഷെ സോളിഡ് സബ്സ്റ്റൻസിനേക്കാൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? ലിക്വിഡ് സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ഗ്യാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം, അല്ലെങ്കിൽ വീക്ക് എന്ന് പറയാം. എന്താണ്? വീക്ക്. അട്രാക്റ്റീവ് ഫോഴ്സ് സോളിഡ് സബ്സ്റ്റൻസ് വരുമ്പോൾ സ്ട്രോങ് ആണ്. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആണ്. ലിക്വിഡ് വരുമ്പോൾ അത് വീക്ക് ആവും. gaseous substance വരുമ്പോൾ എന്താണത്? വെരി വീക്ക് ആവും.
മനസ്സിലായോ? ഇനി കൈനറ്റിക് എനർജി നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി നമുക്കറിയാം. കൈനറ്റിക് എനർജി ഒരു പദാർത്ഥത്തിന്റെ കൈനറ്റിക് എനർജി കൂടുന്തോറും അതിന് എന്തിനുള്ള ടെൻഡൻസി കൂടും? മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും, ഇല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും സോളിഡ് സബ്സ്റ്റൻസിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാം അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? കുറവാന്ന് പറയാം. എന്താണ്? ലെസ് ആണ്. മനസ്സിലായോ? എന്നാൽ ലിക്വിഡ് സബ്സ്റ്റൻസിന് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എടുക്കുക. ഗ്യാഷ്യസ് സബ്സ്റ്റൻസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി എന്താണ്? ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ദിസ് കൈനറ്റിക് എനർജി ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഈസ് ഹൈ. ലിക്വിഡ് സബ്സ്റ്റൻസിന്റെ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്? സോളിഡ് സബ്സ്റ്റൻസിനേക്കാളും കൂടുതലാണ്, പക്ഷെ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിനേക്കാളും കുറവാണ്. അപ്പൊ അവയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീഡിയം ആയിരിക്കും. എന്താണ്? മീഡിയം എന്ന് നമുക്ക് പറയാം. എന്താണ്? മീഡിയം. ഓക്കെ. അപ്പൊ ഇത്രയും 3 ഫാക്ടറുകളുടെ വാല്യൂ അല്ലെങ്കിൽ ഈ പാരാമീറ്ററിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് അവ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഒരു മാറ്റർ ഏത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അതല്ലെങ്കിൽ സോളിഡും ലിക്വിഡും ഗ്യാഷ്യസ് സബ്സ്റ്റൻസും ഈ 3 പാരാമീറ്ററിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആണ്? കൈനറ്റിക് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തെർമൽ എനർജി. തെർമൽ എനർജി റിലേറ്റഡ് അല്ലേ? തെർമൽ എനർജി പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ, ആ സബ്സ്റ്റൻസിന് ടെമ്പറേച്ചർ മൂലം ഉണ്ടാകുന്ന എനർജിയാണ് ഇത് തെർമൽ എനർജി എന്ന് പറയുന്നത്. തെർമൽ എനർജി കൂടുന്തോറും ആ മോളിക്യൂൾ എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുന്തോറും എന്താണ്? ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കൂടുതൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ തെർമൽ എനർജി കൂടുന്തോറും ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ ടെൻഡൻസി എന്താണ്? കൈനറ്റിക് എനർജി കൂടുതൽ ടെൻഡൻസി കാണിക്കും. അത് കൂടുതൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. കൂടുതൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അത് ഏത് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും? അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അതായത് ലോവർ തെർമൽ എനർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ മാറ്റർ എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? സോളിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടി ടെമ്പറേച്ചർ തെർമൽ എനർജി കൂടിയാൽ എന്തിലായിട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തെർമൽ എനർജി കൂടുകയാണെങ്കിൽ ആ മാറ്റർ ഏത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനിപ്പോൾ ഉദാഹരണം നമുക്ക് വാട്ടർ എടുക്കാം. വാട്ടർ മോളിക്യൂളിൽ ലോവർ ടെമ്പറേച്ചറിൽ എന്താണ്? ഇത് സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഐസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ്? അവിടെ തെർമൽ എനർജി ആ സമയത്ത് കുറവാണ്. അപ്പോൾ മോളിക്യൂളിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ആ സമയത്ത് കുറവാകും. അപ്പോൾ മൂവ്മെന്റ് എന്തായിരിക്കും? അവിടെ റെസ്ട്രിക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലോവർ ടെമ്പറേച്ചറിൽ തെർമൽ എനർജി കുറവാണ്, കൈനറ്റിക് എനർജി കുറവാണ്. അതുകൊണ്ട് മാറ്റർ സോളിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ടെമ്പറേച്ചർ കൂടുന്തോറും എന്താണ്? അത് ആ മാറ്ററിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ അത് ലിക്വിഡും പിന്നെ അതെന്തായിട്ടും ഗ്യാഷ്യസ് സ്റ്റേറ്റുമായിട്ട് മാറാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് ലോവർ ടെമ്പറേച്ചറിൽ വെള്ളം ഐസായിട്ടും പിന്നെ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വെള്ളമായിട്ടും പിന്നെയും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്? അത് നീരാവിയായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ തെർമൽ എനർജിയും ഒരു ഫാക്ടറാണ്. എന്തിനാ ഡിറ്റർമിൻ ചെയ്യുന്ന? മാറ്റർ ഏത് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുന്ന വേറൊരു ഫാക്ടറാണ് ഇത് തെർമൽ എനർജി എന്നുള്ളത്. അതും നിങ്ങൾ മറക്കരുത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് സോളിഡും ലിക്വിഡും ഗ്യാസ് സബ്സ്റ്റൻസും ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ നമുക്കറിയാം അവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? കുറവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. കൈനറ്റിക് എനർജി കുറവാണ്. ഈ 3 കാരണങ്ങളെ കൊണ്ട് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ പൊസിഷൻ. എന്ത് ചെയ്യും? ഒരു പൊസിഷനിൽ അത് ഫിക്സ് ചെയ്ത് നിൽക്കും. കാരണം ഇന്റർ അറ്റോമിക് ഫോഴ്സ്, ഇന്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താണ്? ലെസ്സും ആണ്. കൈനറ്റിക് എനർജി വളരെ കുറവാണ്. ഹെൻസ് ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് the constant particle of solid substance is fixed at a position and they only oscillate in that position. അപ്പോൾ ആ ഫിക്സ്ഡ് പൊസിഷനിൽ നിൽക്കും, വേറെ അങ്ങോട്ട് അത് മൂവ് ചെയ്യില്ല. പക്ഷെ ആ പൊസിഷനിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ചെറുതായിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ഫിക്സ്ഡ് പൊസിഷനിൽ നിൽക്കൊണ്ട് സോളിഡ് പാർട്ടിക്കിളിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ സ്റ്റേ അറ്റ് എ ഫിക്സ്ഡ് പൊസിഷൻ. വി ക്യാൻ സേ സോളിഡ് സബ്സ്റ്റൻസ് ആർ റിജിഡ്. എന്താണ്? സോളിഡ് സബ്സ്റ്റൻസ് ആർ റിജിഡ്. സോളിഡ് സബ്സ്റ്റൻസ് എന്താണെന്ന് നമുക്ക് പറയാം? റിജിഡ് ആണെന്ന് പറയാം.
എന്നാൽ നോക്കൂ, ലിക്വിഡും ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് കൊടുക്കുക. ലിക്വിഡ് എടുക്കുമ്പം അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്താണ്? മീഡിയാണ്. അതായത് സോളിഡ് സബ്സ്റ്റൻസിനേക്കാളും കൂടുതലാണ്, ഗ്യാഷ്യസ് സബ്സ്റ്റൻസിനേക്കാളും നല്ല കുറവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്? വീക്ക് ആണ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ലിക്വിഡ് സബ്സ്റ്റൻസിൽ. മാത്രമല്ല കൈനറ്റിക് എനർജി എന്താണ്? സോളിഡ് സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിനെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ലിക്വിഡ് എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എന്തിനുള്ള എന്ത് എക്സിബിറ്റ് ചെയ്യും? ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. എന്താണ്? ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസും. ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിൽ ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? അത് വെരി വീക്കാണ്. അപ്പോൾ അവ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. മാത്രമല്ല കൈനറ്റിക് എനർജിയും ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ്? കൂടുതലാണ്. അപ്പൊ ഈ 3 കാരണങ്ങളെ കൊണ്ട് ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ എന്താണ്? മോളിക്യൂള് അല്ലെങ്കിൽ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും, മൂവ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം, ഇങ്ങനെ ഫ്രീ ആയിട്ട് ലിക്വിഡ് സബ്സ്റ്റൻസും ഗ്യാഷ്യസ് സബ്സ്റ്റൻസും എന്താണ്? ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എക്സിബിറ്റ് ഫ്ലൂയിഡിറ്റി. എന്താണ്? ഫ്ലൂയിഡിറ്റി. Whereas solid substance exhibit the property of rigidity, or solid substance are rigid, whereas liquid and gaseous substance exhibit fluidity. Okay, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി 1-2 പോയിന്റ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. നമുക്കറിയാം സോളിഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. എന്താണ്? ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ട്. സോളിഡ് സബ്സ്റ്റൻസ് എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അപ്പോൾ നമ്മളൊരു ക്യൂബ്, ഒരു സോളിഡ് സബ്സ്റ്റൻസ് എടുക്കുക. ആ സബ്സ്റ്റൻസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബാണ് വിചാരിക്കുക. ആ ക്യൂബിന് ഒരു വോളിയം ഇല്ലേ? എ ക്യൂബ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു സ്പിയർ ആണ് വിചാരിക്കുക. അതിനൊരു വോളിയം ഇല്ലേ? 4/3 πr ക്യൂബാണ്. ഇനി ഒരു പാറക്കഷ്ണം, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് പറയാനില്ലാത്ത സാധനങ്ങളുണ്ട്, അവ എടുക്കുക. അവയുടെ വോളിയം നമുക്ക് എങ്ങനെ കാണാം? അവ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ നമുക്കറിയാലോ, വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പം എത്രത്തോളം വാട്ടർ ലെവൽ വരുന്നു അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്താ മനസ്സിലാക്കാം? എല്ലാ സോളിഡ് സബ്സ്റ്റൻസിനും എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഡെഫിനിറ്റ് വോളിയം മാത്രമല്ലല്ലോ, അതിനെന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെഗുലർ ഷേപ്പ് ഉണ്ട് സോളിഡ് സബ്സ്റ്റൻസിന്. ഓക്കെ, എന്നാൽ നിങ്ങൾ ലിക്വിഡ് സബ്സ്റ്റൻസ് എടുക്കൂ. ലിക്വിഡ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്? അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. പക്ഷേ അതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇപ്പൊ നമ്മളൊരു 50 ml വാട്ടർ എടുക്കുക, അത് നമ്മളൊരു ബീക്കറിൽ കൊടുക്കുക, പിന്നെ ഒരു മെഷറിംഗ് ജാറിൽ കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള മെഷറിംഗ് ജാറാണ് വിചാരിക്കുക. അപ്പോൾ ഈ ബീക്കറിലുള്ള വെള്ളം മെഷറിംഗ് ജാറിലേക്ക് ഒഴിക്കുമ്പം 50 ml തന്നെയാണ്. പക്ഷെ അതിന്റെ ഷേപ്പ് എന്ത് ചെയ്യും? വ്യത്യാസം വരും. എന്താണ്? ബീക്കറിന്റെ ഷേപ്പ് അഡോപ്റ്റ് ചെയ്യും. എന്നാൽ നമ്മൾ റൗണ്ട് ആയിട്ടുള്ള മെഷറിംഗ് ജാറിലേക്ക് ഒഴിക്കുമ്പം ആ മെഷറിംഗ് ജാറിന്റെ ഷേപ്പാണ് ആര് അഡോപ്റ്റ് ചെയ്യുക? ലിക്വിഡ് സബ്സ്റ്റൻസ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് കേസിൽ എന്തുണ്ട്? അതിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് ദ ഷേപ്പ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി വെസൽ ഇൻ വിച്ച് ദേ ആർ ഓക്യുപ്പൈയിങ്. ഓക്കെ, അതാണ് ലിക്വിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ വരുന്നത്. ലിക്വിഡ് സബ്സ്റ്റൻസിന് എന്തുണ്ട്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. എന്തില്ല? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. എന്നാൽ നിങ്ങൾ നോക്കി നോക്കൂ, ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ എടുത്ത് നോക്കി നോക്കൂ. ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന് എന്തില്ല? ഇത് രണ്ടും ഇല്ല. ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല, ഡെഫിനിറ്റ് വോളിയം ഇല്ല. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് കുറച്ച് കംപ്രസ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ആ ചെറിയ ബോട്ടിലിന്റെ വോളിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മളൊരു അടച്ചിട്ട റൂമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ അടപ്പ് തുറന്നു. അപ്പോൾ ആ റൂമിൽ മുഴുവൻ അത് സ്പ്രെഡ് ചെയ്യില്ലേ, അല്ലെങ്കിൽ അത് ഫ്ലോ ചെയ്യില്ലേ? അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ റൂമിന്റെ വോളിയം ആയിരിക്കും. എന്താണ്? ആ റൂമിന്റെ വോളിയം ആയിരിക്കും ആ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത്. But the volume of gaseous substance is the volume of the vessel within volume of the container with which the gas occupy. ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വെസലിന്റെ വോളിയം ആയിരിക്കും ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഇല്ല. അത് ഏത് പാത്രത്തിൽ എടുക്കുന്നു, അതിൽ ഏത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ വോളിയം ആയിരിക്കും ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത്. മാത്രമല്ല അതിന് എന്തുമില്ല? ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. Okay, in the case of gaseous substance, there is no definite volume and no definite shape. Okay. ഇനി ഒരു ഡിഫറൻസും കൂടി ഉണ്ട്.
പ്രധാനപ്പെട്ട ഡിഫറൻസുകളാണ് ഞാൻ പറയുന്നത്. വേറൊരു ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ സോൾഡ് സബ്സ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് സോൾഡ് സബ്സ്റ്റൻസ് കനോട്ട് ബി ഏബിൾ ടു കംപ്രസ്. സോൾഡ് സബ്സ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സോൾഡ് സബ്സ്റ്റൻസ് കനോട്ട് ബി ഏബിൾ ടു കംപ്രസ്. സോളിഡ് സബ്സ്റ്റൻസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി കംപ്രസിബിൾ. എന്താണ് നോട്ട് കംപ്രസിബിൾ. നോട്ട് കംപ്രസിബിൾ. ലിക്വിഡ് സബ്സ്റ്റൻസിനെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ലിക്വിഡ് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ 1 ലിറ്റർ ബോട്ടിലില്ലേ, വെള്ളമൊക്കെ എടുക്കുന്ന ബോട്ടിൽ, നമ്മൾ ബിസ്ലറി വെള്ളമൊക്കെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ വാങ്ങിക്കില്ലേ, അതിന്റെ ബോട്ടിൽ നിങ്ങൾ നിറയെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ടൊന്ന് കംപ്രസ് ചെയ്യാൻ പറ്റുമോ നോക്കും. നിറയെ വെള്ളം വേണേ. ഫുൾ ബോട്ടിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കംപ്രസ് ആവുമോ? ഒരിക്കലും കംപ്രസ് ആവില്ല. അതിന്റെ അർത്ഥം എന്താണ്? ലിക്വിഡ് സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ലിക്വിഡ് സബ്സ്റ്റൻസ് ആർ നോട്ട് കംപ്രസിബിൾ. സോൾഡ് സബ്സ്റ്റൻസും കംപ്രസിബിൾ അല്ല, ലിക്വിഡ് സബ്സ്റ്റൻസും എന്തല്ല, കംപ്രസിബിൾ അല്ല. അപ്പൊ ഇതെന്താണ്? നോട്ട് കംപ്രസിബിൾ. നോട്ട് കംപ്രസിബിൾ. എന്നാൽ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എടുക്കുക. ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് കംപ്രസിബിൾ ആണോ? കംപ്രസിബിൾ ആണ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പൊ നമ്മൾ ബലൂണിൽ ഗ്യാസ് നിറയ്ക്കുക. ബലൂണിൽ ഗ്യാസ് നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ നേരത്തെ നമ്മൾ ഫുൾ ബോട്ടിൽ വാട്ടർ എടുത്തില്ലേ, അതിൽ കുറച്ച് വെള്ളം നമ്മൾ കുടിച്ചു. അപ്പൊ ബാക്കിയിൽ എന്ത് വരും? എയർ സ്പേസ് വരും ഇല്ലേ? എയറിന് ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് വരും. അവിടെ എന്തുണ്ടാവും? എയർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കി നോക്കും. അപ്പൊ നിങ്ങൾ ആ ബോട്ടിൽ ഒന്ന് പിടിച്ച് ഇങ്ങനെ അമർത്തി വെക്കും. അപ്പൊ അതിങ്ങനെ കംപ്രസ് ആവും, അതിങ്ങനെ ഞെളുങ്ങും അല്ലല്ലേ? അതെന്തുകൊണ്ടാണ്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ വെള്ളമല്ല അവിടെ കംപ്രസ് ആവുന്നത്, അവിടെ ആ ഫ്രീ സ്പേസിലുള്ള എയർ ഇല്ലേ, അതാണ് ആക്ച്വലി അവിടെ കംപ്രസ് ആവുന്നത്. അതുകൊണ്ടാണ് ആ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? വെള്ളം ഫുള്ള് ഉണ്ടാകുമ്പോൾ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വെള്ളം കുറച്ച് ഒഴിച്ച് കളഞ്ഞാൽ അതിൽ എയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിൽ കംപ്രസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്താണ്? എയർ അല്ലെങ്കിൽ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഈസ് കംപ്രസിബിൾ. എന്താണ്? ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് എന്താണ്? കംപ്രസിബിൾ ആണ്. ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ഈസ് കംപ്രസിബിൾ. ഓക്കെ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും സോൾട്ടും ലിക്വിഡും ഗ്യാഷ്യസ് സബ്സ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. രണ്ടാമത് എത്രത്തോളം അട്രാക്റ്റീവ് ഫോഴ്സ് പ്രസന്റ് ആണ്. പിന്നെ കൈനറ്റിക് എനർജി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. പിന്നെന്താണ്? തെർമൽ എനർജി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. മാത്രമല്ല പിന്നെ നിങ്ങൾ ഓർത്തേക്കേണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സോൾഡ് സബ്സ്റ്റൻസ് എന്തുണ്ട്? ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയും ഉണ്ട്. ലിക്വിഡ് സബ്സ്റ്റൻസിന് എന്താണ്? ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ അതിന് എന്തില്ല? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഗ്യാസ് സബ്സ്റ്റൻസിന്റെ കേസിൽ ഡെഫിനിറ്റ് വോളിയും ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. മാത്രമല്ല കംപ്രസിബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോൾഡ് സബ്സ്റ്റൻസും ലിക്വിഡ് സബ്സ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത്രയും വ്യത്യാസങ്ങൾ നിങ്ങൾ മറന്നു വരും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാനൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് സോൾഡ് സ്റ്റേറ്റിലേക്ക് വരാം. എന്താണ്? വി ക്യാൻ കം ടു ദി സോൾഡ് സ്റ്റേറ്റ്. അപ്പൊ അതിന് മുന്നേ നിങ്ങൾ നോക്കി നോക്കൂ, നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമ്മൾ നിത്യജീവനുമായി ബന്ധപ്പെട്ടുള്ളത് കൂടുതലും സോൾഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് അല്ലേ? സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ആണ് നമ്മൾ കൂടുതലായി പരിചയപ്പെടുന്നത്, കൂടുതലായി കണ്ടുമുട്ടുന്നതും സോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. ലിക്വിഡും ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ വാട്ടർ, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ചില ആൽക്കഹോൾ, എത്തനോളൊക്കെ പോലെയുള്ള ആൽക്കഹോൾ, അതൊക്കെ ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. അതേപോലെ ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ എന്താണ്? ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള മാറ്ററാണ്, സബ്സ്റ്റൻസുകളാണ്. മനസ്സിലായോ? നമ്മുടെ ഈ ചുറ്റുപാട് മാത്രമല്ല, അപ്പം നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുക. പീരിയോഡിക് ടേബിളിൽ ഏകദേശം 6 എലമെന്റ്സ് മാത്രമേ എന്തുള്ളൂ? ലിക്വിഡ് സ്റ്റേറ്റിലുള്ളൂ. 6 എലമെന്റ്സ് എന്തുള്ളൂ? ലിക്വിഡ് സ്റ്റേറ്റിൽ. ഏകദേശം 11 എലമെന്റ്സ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളൂ. ഇതൊക്കെയാണ് 11 എലമെന്റ്സ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളൂ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ. ബാക്കി എലമെന്റ്സ് ഒക്കെ എന്താണ്? സോൾഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ നിങ്ങൾക്കറിയോ? പീരിയോഡിക് ടേബിളിലെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയാം. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന 6 എലമെന്റ്സ് ആണ് ബ്രോമിൻ, Hg, Cesium, റുബീഡിയം, ഗാലിയം, ഫ്രാൻസിയം. ഇത്രയും എലമെന്റ്സ് എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന എലമെന്റ്സ് ആണ്. പീരിയോഡിക് ടേബിളിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മൂലകങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബ്രോമിൻ, മെർക്കുറി, സീസിയം, റുബീഡിയം, ഗാലിയം ആൻഡ് ഫ്രാൻസിയം. ഇതിൽ ബ്രോമിനും Hg ഉണ്ടല്ലോ,
അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്നതാണ്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിൽ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ബ്രോമിനും HCl എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്നതാണ്. റൂം ടെമ്പറേച്ചർ പറഞ്ഞാൽ അറ്റ് 25 ഡിഗ്രി സെന്റിഗ്രേഡ്. ആ ടെമ്പറേച്ചറിന് കുറച്ച് മുകളിൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഈ 4 എലമെന്റ്സ് എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഏതൊക്കെ? സീസിയം, റുബീഡിയം, ഗാലിയം, ഫ്രാൻസിയം. ഓക്കെ, ഇനി ഏകദേശം എത്ര എലമെന്റ്സോളം ഗ്യാസസ് ഉണ്ട്? 11ഓളം എലമെന്റ്സ് എന്താണ് ഗ്യാസ് സ്റ്റേറ്റിൽ കാണുന്നതാണ്. അവ ഏതൊക്കെയാണ്? അതും കൂടി പഠിച്ചു വെച്ചോളൂ. ഹൈഡ്രജൻ, ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, then inert gases. ഇത്ര എലമെന്റ്സ് എന്താണ് ഗ്യാസ് സ്റ്റേറ്റിൽ കാണുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ എന്താണ് സോളിഡ് സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ കാണുന്ന എലമെന്റ്സ് ആണ്. അത് തന്നെയാണ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റഡി ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ഈ സോളിഡ് സ്റ്റേറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, സോളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ള സ്ട്രക്ചറിലൊക്കെ നമുക്ക് മാറ്റം വരുത്താനും അറേഞ്ച്മെന്റ് ഓഫ് ആറ്റം അതിന്റെ ഘടനയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ സോളിഡിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റാൻ പറ്റും. പല ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മോഡിഫൈ ചെയ്ത സോൾഡുകൾ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് നിങ്ങളോട്. 6 എലമെന്റ്സ് ഏതാണ് ലിക്വിഡ് ആണ്, 11ഓളം എലമെന്റ്സ് ഏതാണ് ഗ്യാസ് സ്റ്റേറ്റിലാണ്. അത് ഓർത്ത് വെക്കാൻ ഞാൻ ചെറിയൊരു ട്രിക്ക് പറയാം. നിങ്ങൾ ഈ ട്രിക്കൊക്കെ നമ്മൾ ആദ്യം പഠിക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യുക ഈ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇത് എഴുതാൻ. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ട്രിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മൾ ഇത് ഓർക്കുക? 6 ലിക്വിഡ് ആയിട്ടുള്ള 6 എലമെന്റ്സ് ഇല്ലേ, അത് ഓർക്കാൻ ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ബോയ്സ് ഹയർ സെക്കൻഡറി ക്ലാസ്സിലുള്ള രുദ്രയും ഗംഗയും എന്താണ് ഫ്രണ്ട്സ് ആണ്. എന്താണ് ബോയ്സ് എന്നുള്ളതിൽ ബി വരുന്നുണ്ട്, അപ്പൊ എന്താണ് ബ്രോമിൻ. ഹയർ സെക്കൻഡറി H, അപ്പൊ എന്താണ് അത് മെർക്കുറിയാണ്. ക്ലാസ്സിൽ സീസിയം. ബോയ്സ് ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ രുദ്രയും ഗംഗയും ഗാലിയം ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പീരിയോഡിക് ടേബിളിലെ ഏതൊക്കെ എലമെന്റ്സ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് നമുക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? ആദ്യം നിങ്ങൾ ഇത് പഠിക്കണേ, എന്നിട്ട് അത് ഓർത്ത് വെക്കാവൂ. ബോയ്സ് ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ രുദ്രയും ഗംഗയും ഫ്രണ്ട്സ് ആണ്. അതുപോലെ ഗ്യാസസ് എലമെന്റും ഓർത്ത് വെക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. പക്ഷെ ആദ്യം നിങ്ങൾ ഇത് പഠിക്കണം, എന്നിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി മാത്രമേ ട്രിക്ക് യൂസ് ചെയ്യാവൂ. എന്താണ്? ഹലോ ഫ്രണ്ട്സ്, നോ ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഫ്രണ്ട്സിനോട് പറയാം, നിങ്ങൾ അവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മളെല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണേ. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. എന്താണ് ഹലോ? ഹലോണിലെ H എന്താണ് ഹൈഡ്രജൻ, ഫ്രണ്ട്സ് F എന്താണ് ഫ്ലൂറിൻ, നോലെ N നൈട്രജൻ, ഓക്സിജൻ, then ക്ലോറിൻ. പിന്നെ ഇനേർട്ട് ഗ്യാസസ് നമുക്കറിയാം. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും ഇനേർട്ട് ഗ്യാസസ് ഓർത്തൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ. ഈ 6 എലമെന്റ്സും പിന്നെ ഈ 5 എലമെന്റ്സും കൂടി ചേർന്ന് 11 എലമെന്റ്സ് ഉണ്ടാവും. ഈ 11 എലമെന്റ്സ് എന്താണ് ഗ്യാസ് സ്റ്റേറ്റിൽ കാണുന്ന എലമെന്റ്സ് ആണ്. ബാക്കിയൊക്കെ എന്താണ് സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ. ഇതൊക്കെ കാണിക്കുന്ന എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ഓഫ് സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് സോളിഡ് സ്റ്റേറ്റ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരാം. Then we can come to the solid state. സോളിഡ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യം തന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് സോളിഡ് സബ്സ്റ്റൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിന്റെ ബേസിസിലാണ്? ഡിഗ്രി ഓഫ് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. അതായത് എത്രത്തോളം കൃത്യതയോടുകൂടിയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിള് സോളിഡ് സബ്സ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിൽ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല, കറക്റ്റ് വളരെ വൃത്തിയായിട്ട് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. എന്നാൽ ചിലതിൽ ആ ഓർഡേർഡ് അറേഞ്ച്മെന്റ് കുറവായിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ എന്താണ് ടീച്ചർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചില ക്ലാസ്സിൽ ആകെ അങ്ങനെ ഇങ്ങനെ ബെഞ്ചും ഡെസ്കൊക്കെ ഉള്ള ക്ലാസ്സുകൾ കാണും. ചില സമയത്ത് ക്ലാസ്സുകളിൽ കാണും ടീച്ചറൊന്നും ഇല്ലെങ്കിൽ. എന്നാൽ ചില ക്ലാസ്സുകൾ എന്താണ് പക്കയായിരിക്കും, വളരെ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. അതുപോലെ സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉള്ള സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ട്, ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യാത്ത ഇറഗുലർ ഓർഡേർഡ് ഉള്ള സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ട്.
ഇങ്ങനെ സോളിഡ് സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് രണ്ടെണ്ണമാണ് ഇത് ക്രിസ്റ്റലൈൻ സോളിഡ്സും ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും. എന്താണ് അമോർഫസ് സോളിഡ്സും? അപ്പൊ ഒരു കാര്യം നമ്മൾ ആൾറെഡി പറഞ്ഞു. എന്താണ് അവ നമ്മളെ വ്യത്യാസം ചോദിക്കാണ്ട്, അവ നമ്മളെ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ഇൻ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ്. എന്താണ് ദേ ഹാവ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ് ദേ ഹാവ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. എന്നാൽ അമോർഫസ് സോളിഡിന്റെ കേസിൽ എന്താണ് ഇറഗുലർ അല്ലെങ്കിൽ there is no ordered arrangement of constituent particle. ഇവിടെ എന്താണ് no ordered arrangement of constituent particle. No ordered arrangement, or they do not possess ordered arrangement of constituent particle. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഹാവ് റിപ്പീറ്റബിൾ well ordered 3-dimensional structural unit which continue through the crystal lattice, through the solid substance. എന്താണ് crystalline substance have a repeating well ordered geometrical pattern through the entire 3-dimensional structural unit. through the entire 3-dimensional structural unit. ആ വാക്ക് മറന്നു പോയത്. ആ സോളിഡ് സബ്സ്റ്റൻസിന്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എൻറ്റയർ ആയിട്ട് എന്താണ് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. മനസ്സിലായോ? എൻറ്റയർ ആയിട്ട് എന്തുണ്ട് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ. അതൊക്കെ എന്തുണ്ട് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് കാണാം ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൽ. എൻറ്റയർ ക്രിസ്റ്റൽ ലാറ്റിസ് എൻറ്റയർ സോളിഡ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിലും ഈ ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ പറയാം ലോങ് റേഞ്ച് ഓർഡർ ആണ്. ആ ക്രിസ്റ്റലൈൻ ആ സോളിഡ് സബ്സ്റ്റൻസിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ സ്ട്രക്ചറൽ യൂണിറ്റിൽ മൊത്തം നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ആണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇത് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ. എന്നാൽ അമോർഫസ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല. അതായത് ചില സ്ഥലത്ത് എന്തുണ്ട് ഒരുപോലെ കുറച്ച് സ്ഥലത്ത് ഒരേപോലെ അറേഞ്ച്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്താവും അത് വേറെ അറേഞ്ച്മെന്റ് ആയിരിക്കും. പിന്നെ കുറച്ചെന്തായിരിക്കും കുറച്ച് സമയത്ത് ഒരുപോലെ അറേഞ്ച് ചെയ്ത് വേണം. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തായിരിക്കും അത് വേറെ തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. അപ്പൊ അത് ഷോർട്ട് റേഞ്ച് ആണ്. അവിടെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഒരു ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റൂ. അപ്പം അമോർഫസ് സോളിഡ്സ് ആർ ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കാണുക ചെയ്യാം. അവയ്ക്ക് എന്തില്ല ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയും. ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പം അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ അത് ഓർഡേർഡ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. ഇനി നമുക്ക് ബാക്കിയുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ പറയാം. ആ എക്സാമ്പിൾ എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി സ്റ്റഡി ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും ബാക്കിയുള്ള വ്യത്യാസം കൂടി നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പൊ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ഡയമണ്ട്, അതായത് മാർബിൾ, അതേമാതിരി ക്വാർട്സ് ക്രിസ്റ്റൽ, നമ്മുടെ സോഡിയം ക്ലോറൈഡ്. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. എന്നാൽ അമോർഫസ് സബ്സ്റ്റൻസിന് ഉദാഹരണമാണ് ഇതൊക്കെ പ്ലാസ്റ്റിക്, റബ്ബർ, അതുപോലെ ചോക്കില് നമ്മൾ എഴുതുന്ന ചോക്ക്, ഗ്ലാസ്. ഇതൊക്കെ ഏതാണ് അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന് ഉദാഹരണമാണ്. അപ്പൊ ഇനി ഇവിടെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചാൽ മതി. അപ്പം ഈ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അമോർഫസ് സബ്സ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് വ്യത്യാസം പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഡയമണ്ട് എടുത്ത് വിചാരിക്കും, അല്ലെങ്കിൽ മാർബിൾ എടുത്ത് വിചാരിക്കുക. നിങ്ങൾക്ക് ഡയമണ്ടിനേക്കാളും കൂടുതൽ പരിചയം ഏതായിരിക്കും മാർബിൾ ആയിരിക്കും. മാർബിൾ എടുത്ത് വിചാരിക്കുക. അതേമാതിരി ഇവിടെ നമ്മൾക്ക് എന്തെടുക്കാം നമുക്ക് ചോക്ക് എടുക്കാം. അപ്പൊ ഈ മാർബിളിന്റെ ഒരു പ്രത്യേകത എന്താണ് നമുക്കൊരു ഷാർപ്പ് എഡ്ജ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ.
നമ്മൾ പണിയൊക്കെ എടുക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പണി ചെയ്യുന്നവർ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. They can cut very perfectly. മാത്രമല്ല the obtained surface has smooth surface. കട്ട് ചെയ്ത് കിട്ടുന്ന സർഫസ് എന്തായിരിക്കും? സ്മൂത്ത് ആയിരിക്കും. മനസ്സിലായില്ലേ? എന്നാൽ നമ്മുടെ ചോക്കിന്റെ കേസ് നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കട്ട് ചെയ്ത് കിട്ടിയാൽ തന്നെ ആ സർഫസ് എന്തായിരിക്കും? ഇറഗുലർ ആയിരിക്കും. സർഫസ് സ്മൂത്ത് ആയിരിക്കില്ല. The surface is irregular or the surface is rough ക്യാരക്ടർ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് കട്ട് ചെയ്ത് കിട്ടുന്നത്. അവിടെ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല. പക്ഷേ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ സബ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അതിന് സ്മൂത്ത് സർഫസ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു വ്യത്യാസം എന്താണ്? ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ക്യാൻ ബി കട്ട് പെർഫെക്റ്റ്ലി യൂസിങ് ഷാർപ്പ് എഡ്ജ് ടൂൾ. Using sharp edge tool and the obtained surface is smooth and sharp. Smooth ആയിരിക്കും ചെയ്യും, ഷാർപ്പ് വേണം. സ്മൂത്ത് ആൻഡ് ഷാർപ്പ്. മനസ്സിലായോ? എന്നാൽ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ്? വി കാൻറ്റ് ഏബിൾ ടു കട്ട് ഇറ്റ് പെർഫെക്റ്റ്ലി. ദ ഒബ്റ്റൈൻഡ് സർഫസ് ഈസ് നോട്ട് സ്മൂത്ത് ആൻഡ് നോട്ട് ഷാർപ്പ്. സ്മൂത്തും ആയിരിക്കില്ല, ഷാർപ്പും ആയിരിക്കില്ല. ഓക്കെ, ഇനി വേറെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഇവിടെ നേരത്തെ നമ്മുടെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ഒരു സ്ട്രക്ചറൽ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ആ എൻ്റയർ സ്ട്രക്ചറൽ യൂണിറ്റിൽ എന്താണ്? ഒരേപോലെ അത് റിപ്പീറ്റബിലിറ്റി ഉണ്ട്. കറക്റ്റ് എല്ലാ ദിക്കിലും ഒരേ അറേഞ്ച്മെന്റ് ആണ് ഉണ്ടായിരിക്കുക. മനസ്സിലായില്ലേ? ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ദ സെയിം അറേഞ്ച്മെന്റ് ക്യാൻ ബി സീൻ ഇൻ ദ കേസ് ഓഫ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. ഒരേപോലത്തെ അറേഞ്ച്മെന്റ് ആണ് ഉണ്ടായിരിക്കുക. അപ്പം അവയെ മെൽറ്റ് ചെയ്യണ്ട. മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കില്ലേ? എല്ലാ ദിക്കിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഒരുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദിക്കിൽ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന അതേ ടെമ്പറേച്ചർ തന്നെയാണ് മറ്റേ ദിക്കിൽ മെൽറ്റ് ചെയ്യാൻ എടുക്കുക. മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ ആ സ്ട്രക്ചർ യൂണിറ്റിന്റെ ഏത് ഭാഗത്തും മെൽറ്റ് ചെയ്യാൻ, ലിക്വിഡായിട്ട് തീരാൻ നമ്മൾ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാർപ്പായിരിക്കും. മനസ്സിലായി? കാരണം എന്താണ്? ഒരേ അറേഞ്ച്മെന്റ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണ്? ഒരേപോലെയാണ്. അപ്പോൾ ആ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ എന്താണ്? സെയിം ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് കുറയുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് മെൽറ്റായിട്ട് ലിക്വിഡായിട്ട് മാറും. അപ്പം നമുക്ക് പറയാം, so crystalline substances have sharp melting point because of the ordered arrangement of the constant particle through the entire structural unit. അപ്പോൾ എന്താണ് അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്? എന്താണ് അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്? they have sharp melting point. Crystalline substances have sharp melting point. എന്നാൽ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് കേസിൽ നമ്മൾ പറഞ്ഞു ഇറഗുലർ അറേഞ്ച്മെന്റ്, ഓർഡേർഡ് അറേഞ്ച്മെന്റ് അല്ല. മനസ്സിലായില്ല? അവിടെ ഇവിടെയൊക്കെ എന്താണ്? നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കും. അവർക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഇല്ല. അങ്ങനെ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് എന്താണ്? ഒരു പോർഷൻ മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ ആവില്ല എന്ത്? വേറെ ദിക്കിൽ ആവശ്യമായിട്ട് വരിക. കാരണം അവിടെ ഒരു റിപ്പീറ്റബിലിറ്റി ഇല്ല അറേഞ്ച്മെന്റിന്. മനസ്സിലായോ? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഒരു ദിക്കിൽ കാണുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കില്ല വേറെ തരത്തിലുണ്ടാവുക. അപ്പോൾ ഇവിടെ മെൽറ്റ് എടുക്കുന്ന ടെമ്പറേച്ചർ ആവില്ല അഭാഗത്ത് എടുക്കേണ്ടി വരും. അഭാഗത്തുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയ്ക്കാൻ ചിലപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചർ കൊടുത്താൽ മതിയാവും. അപ്പം ഇറഗുലർ അറേഞ്ച്മെന്റ് കാരണം, കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് കാരണം അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന് എന്തില്ല? ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. ദെയർ മെൽറ്റിംഗ് പോയിന്റ് വാരീസ് ഇൻ എ റേഞ്ച്. ഒരു റേഞ്ചിൽ അത് വേരി ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് കറക്റ്റ് 120 ഡിഗ്രി സെന്റിഗ്രേഡ് നമുക്ക് പറയാൻ പറ്റില്ല. 120 to 150 അല്ലെങ്കിൽ 120 to 160 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിന്റെ കേസിൽ എന്താണ്? നമുക്കൊരു കറക്റ്റ് മെൽറ്റിംഗ് പോയിന്റ് പറയാൻ പറ്റും ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ. മനസ്സിലായില്ലേ? അപ്പം മൂന്നാമത്തെ വ്യത്യാസം പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അമോർഫസ് സബ്സ്റ്റൻസിന് എന്തില്ല? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. MP varies in a range. എന്തുകൊണ്ടാണ്? The constant particles are arranged in a irregular fashion. അതുകൊണ്ട് തന്നെ ഓരോ ദിക്കിലുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ദിക്കിലും എന്താണ്? ഓരോ ദിക്കും മെൽറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ഒരു റീജിയൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നാലാമത്തെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ആണ്. Crystalline substance exhibit anisotropic properties. നിങ്ങൾ മറന്നു എന്തായാലും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. എല്ലാം പഠിക്കണം. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എക്സിബിറ്റ് അനൈസോട്രോപിക്
properties. Anisotropic properties, whereas amorphous solid substance exhibit isotropic properties. എന്താണ്? Isotropic properties. Isotropic properties. Okay. Crystalline substance exhibit anisotropic property. എങ്ങനെ നമ്മൾ ഓർത്തിക്കുക? CA എന്ന് ആലോചിച്ചാൽ മതി. ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നിങ്ങളുടെ പലരും ചില ആൾക്കാരൊക്കെ ചാർട്ടേഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനെ ആലോചിച്ചാൽ മതി. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്താണ്? അനൈസോട്രോപ്പിക് ആണ്. അമോർഫസ് സബ്സ്റ്റൻസ് എന്താണ്? ഐസോട്രോപ്പിക് ആണ്. അപ്പൊ എന്താണ് ഈ അനൈസോട്രോപ്പി ഐസോട്രോപ്പി നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടോളൂ. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാളിറ്റി അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ സബ്സ്റ്റൻസ് ടു എക്സിബിറ്റ് ഡിഫറെന്റ് വാല്യൂ ഫോർ എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ഡിഫറെന്റ് ഡയറക്ഷനിൽ കിട്ടുകയാണെങ്കിൽ മെറ്റീരിയലിന്റെ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണെന്ത്? അനൈസോട്രോപിക് പ്രോപ്പർട്ടീസ്. എന്താണ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി? മറന്നുപോലും. എന്താണ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എന്നാണ്. അനൈസോ പറഞ്ഞപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ് വേറെ വേറെ കിട്ടേണ്ടത്? ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഡിഫറെന്റ് വാല്യൂ കിട്ടണം ഇൻ ഡിഫറെന്റ് ഡയറക്ഷനിൽ. അതിന് അങ്ങനത്തെ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയലിനെ നമ്മൾ എന്ത് വിളിക്കും? അനൈസോട്രോപിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കും. മനസ്സിലായോ? എന്താണ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു എക്സിബിറ്റ് ഡിഫറെന്റ് വാല്യൂസ് ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫോർ എ സിംഗിൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഒരൊറ്റ ഫിസിക്കൽ പ്രോപ്പർട്ടിയോ, പക്ഷെ അത് ഡയറക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ എന്ത് വരും? വ്യത്യാസം വരും. മനസ്സിലായില്ലേ? ഡയറക്ഷൻ മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ വ്യത്യാസം വരും. അപ്പോൾ പ്രധാനമായിട്ട് അങ്ങനെ മാറുന്ന വാല്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ ഈ ഐസോട്രോപിക് നമ്മുടെ ഈ ഐസോട്രോപിക് പ്രോപ്പർട്ടീസിൽ വരുന്ന പ്രോപ്പർട്ടീസ് ആണ്. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എടുക്കാം. ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് കാണിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈസോട്രോപിക് പ്രോപ്പർട്ടിയാണ്. ഈ എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് അനൈസോട്രോപിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന് ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ മാർബിൾ എടുക്കാം. മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ അവിടെ എന്താണ്? കാൽസ്യം കാർബണേറ്റ് പറഞ്ഞാൽ Ca2+, CO3, 2-. ഇതാണ് എന്ത്? കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പം കാൽസ്യം എന്ന് പറയുന്നത് കാറ്റയോൺ, Ca2+ എന്ന് പറയുന്നത് കാറ്റയോൺ ആണ്, CO3, 2- എന്ന് പറയുന്നത് എന്താണ്? ആനയോൺ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം ഇതിൽ ഏറ്റവും ചെറിയ അയോൺ ഏതാണ്? കാറ്റയോൺ ആണ് എപ്പോഴും സ്മോൾ അയോൺ ആവുക. പോസിറ്റീവ് ചാർജ് കയറി ചെയ്യുന്ന കാറ്റയോൺ ആയിരിക്കും എപ്പോഴും എന്ത്? ചെറിയ അയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അറേഞ്ച്മെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ബൾക്ക് ആയിട്ടുള്ള ആനയോൺ എഴുതി, പിന്നെന്താണ്? പിന്നെ കാറ്റയോൺ, പിന്നെ ആനയോൺ, then cation, anion, cation, then anion, cation, then anion. Sorry, this is anion, this is cation, the anion, this is cation, then anion. ചെറിയ അയോൺ ഏതാണ്? കാറ്റയോൺ, then ആനയോൺ. കാറ്റയോണിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിങ്ങനെ വാരി ചെയ്യും. ഇതിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെ വാരി ചെയ്യും. പക്ഷെ അതൊരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ് അല്ലേ? ആദ്യം വലുത് ചെറുത്, വലുത് ചെറുത്, വലുത് ചെറുത്. ഇവിടെ അതെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ, ഈ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ നോക്കി നോക്കൂ. ആദ്യം ഒരു വലുത് ചെറുത്, വലുത് പിന്നെ ചെറുത്, വലുത് ചെറുതാണ്. ഈ ഇതിലെടുക്കുമ്പോൾ എന്താണ്? ആദ്യം വലുത് ചെറുത് വലുതാണ്, ഇതുപോലെ തന്നെ പോകണം. പക്ഷെ നിങ്ങൾ നോക്കി നോക്കൂ, ഈ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒക്കെ എന്താണ്? വലിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആനയോൺസ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ഈ ഡയറക്ഷൻ നോക്കൂ നിങ്ങൾ, ചെറിയ പാർട്ടിക്കിൾ ആയിട്ടുള്ള കാറ്റയോൺസിനെയാണ് ആര് മീറ്റ് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിൽ മീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഈ ഡയറക്ഷനിൽ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആയിരിക്കില്ല ഈ മെറ്റീരിയൽ ഈ ഡയറക്ഷനിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഡയറക്ഷനിൽ എക്സിബിറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഈ ഡയറക്ഷനിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് വലുതും ചെറുതും വലുതും ചെറുതും വലുതും ചെറുതുമായിട്ടുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിളെ കണ്ടുമുട്ടും. എന്നാൽ ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താണ്? ചെറിയ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. ഈ ഡയറക്ഷനിൽ പോകുമ്പോൾ വലിയ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ സൈസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും? മാറാനുള്ള സാധ്യത ഉണ്ട്, മാറും. മനസ്സിലായില്ലേ? അങ്ങനെ മെറ്റീരിയലിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്ന പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള
ഒപ്റ്റിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതേമാതിരി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, അതായത് മെക്കാനിക്കൽ സ്ട്രെസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്, മെറ്റീരിയലിന്റെ സൈസ് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ്, ഈ ഡയറക്ഷനിൽ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വെച്ചാൽ ഈ ഡയറക്ഷനിൽ അതിന് എന്താണ് വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുക. ഈ ഡയറക്ഷനിൽ അതിന് എന്താ കിട്ടുക, വേറൊരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കിട്ടുക. കാരണം ഇവിടെയൊക്കെ എന്താണ് പാർട്ടിക്കിളിന്റെ ആ ഡയറക്ഷനിൽ കാണുന്ന പാർട്ടിക്കിളിന്റെ സൈസിൽ, കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ സൈസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനൈസോട്രോപിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Crystalline substance has anisotropic property, hence they exhibit different values for a physical quantity. ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുക, അതിന് ഈ ഡയറക്ഷനിൽ ഒരു വാല്യൂ ആയിരിക്കും, ഈ ഡയറക്ഷനിൽ വേറൊരു വാല്യൂ ആയിരിക്കും, ഈ ഡയറക്ഷനിൽ അതിന് വേറൊരു വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും മെക്കാനിക്കൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ചിട്ട് എന്ത് വരും, അതിന്റെ വാല്യൂവിന് വ്യത്യാസം വരും. മനസ്സിലായോ? അപ്പൊ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എക്സിബിറ്റ് അനൈസോട്രോപിക് പ്രോപ്പർട്ടീസ്, whereas amorphous solid substance exhibit isotropic properties. എന്താണ് ഐസോട്രോപിക് പ്രോപ്പർട്ടീസ്? അതായത് അവയുടെ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടിയിലൊന്നും എന്ത് വരില്ല, വ്യത്യാസം വരില്ല. അപ്പോൾ ഐസോട്രോപിക് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഐസോട്രോപിക് പ്രോപ്പർട്ടീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ in which same value is obtained for a physical quantity in all direction. ഏത് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിലും ഒരു ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് സെയിം വാല്യൂ ആവും കിട്ടുക. അങ്ങനെയുള്ള വാല്യൂസ് ആണ് ഏതിന്റെ കേസിൽ കിട്ടുക, സെയിം ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് ഏതിന്റെ കേസിൽ കിട്ടുക, അമോർഫസ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് പറയാം അമോർഫസ് സബ്സ്റ്റൻസ് ആർ ഐസോട്രോപിക് സബ്സ്റ്റൻസസ്. അതെന്തുകൊണ്ടാണ്? അമോർഫസ് സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ്, ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്, കുറെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് അത് എന്ത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിൽ മീറ്റ് ചെയ്യാലും ഏകദേശം എന്തുണ്ട്, എല്ലാ പാർട്ടിക്കിളും ഇൻ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം ഒരേ സൈസ് ഈക്വൽ നമ്പർ ഓഫ് വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടിക്കിളിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. മനസ്സിലായോ? അപ്പം ഡിഫറെന്റ് ഡയറക്ഷനിൽ എന്തായിരിക്കും, ഡിഫറെന്റ് ഡയറക്ഷനിലായാലും ഫിസിക്കൽ പ്രോപ്പർട്ടി എന്തായിരിക്കും, മെഷർ ചെയ്യുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടിന്റെ വാല്യൂ പറഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. മനസ്സിലായോ? അതായത് നമ്മുടെ മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഇലക്ട്രിക്കൽ സ്ട്രെസ്, ഇതിനൊക്കെ എന്താണ് ഒരേ വാല്യൂ ആണ് ഏത് ഡയറക്ഷനിൽ എടുത്തു കഴിഞ്ഞാലും അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ കിട്ടുക. അതുകൊണ്ട് നമുക്ക് പറയാം അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് ആർ ഐസോട്രോപിക്, whereas crystalline substance are anisotropik. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഇനി അടുത്തൊരു കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസും കൂടി ഉണ്ട്. നമ്മുടെ ഈ അമോർഫസ് സബ്സ്റ്റൻസിന് ഉദാഹരണമല്ലേ, അമോർഫസ് സബ്സ്റ്റൻസിന് ഉദാഹരണമാണ് ഇത് നമ്മുടെ ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ് എന്താണ്, ഗ്ലാസ്. ഈ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സമയത്ത് നമുക്കറിയാം ഈ ഗ്ലാസ്, നമ്മുടെ ജനലിന്റെ ഗ്ലാസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അടിഭാഗത്ത് കുറച്ച് തിക്നെസ് കൂടും, മുകളിൽ എന്തില്ല തിക്നെസ് കുറഞ്ഞതായിട്ട് കാണാം. അതിന്റെ അർത്ഥം അതിന് ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടി കാണിക്കാനുള്ള ചെറിയൊരു ടെൻഡൻസി ഉണ്ട്. മുകളിലുള്ള സാധനം ഫ്ലോ ചെയ്തിട്ട് അടിക്ക് എത്തുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം അമോർഫസ് സബ്സ്റ്റൻസ് ആർ സ്യൂഡോ സോളിഡ്സ്. എന്താണ് സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയാം. എന്തുകൊണ്ടാണ്? അവ ലിക്വിഡിന്റെ ഒരു പ്രോപ്പർട്ടി കാണിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് ആർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അതല്ലെങ്കിൽ അവ യഥാർത്ഥത്തിൽ ഒരു സോളിഡ് അല്ലാത്ത രീതിയിൽ അത് ബിഹേവ് ചെയ്യാൻ സമയത്ത് അതുകൊണ്ട് സ്യൂഡോ സോളിഡ്സ് എന്ന് വിളിക്കാം. അതുകൊണ്ട് നമുക്ക് പറയാം അമോർഫസ് സബ്സ്റ്റൻസ് ആർ സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്നാൽ നമ്മുടെ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് എന്താണ്, ദേ ആർ ട്രൂ സോളിഡ്സ്. എന്താണ് ട്രൂ സോളിഡ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് സോളിഡ് സബ്സ്റ്റൻസിന്. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, സോളിഡ് സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോളിഡ് സബ്സ്റ്റൻസിന്റെ അതിന്റെ ഡിഗ്രി ഓഫ് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസ് എന്നും അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസ് എന്നും. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ല, ആദ്യത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ദേ ഹാവ് എ വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ. അത് ആരുടെ കേസിൽ കാണുന്നില്ല?
നമ്മുടെ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ കാണുന്നില്ല. രണ്ടാമത്തെ എന്താണ്? വി ക്യാൻ കട്ട് the crystalline substance using a sharp edged tool and the obtained particle has smooth surface and sharp edge, whereas in the case of amorphous solid substance we can't able to cut perfectly and the obtained surface has irregular or not uniform. Okay, ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്താണ്? കറക്റ്റ് വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് എല്ലാ ദിക്കിലും മെൽറ്റ് ചെയ്യാൻ ഒരേ ടെമ്പറേച്ചർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ കേസിൽ എടുക്കും. അപ്പോൾ നമുക്ക് പറയാം ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. എന്നാൽ അമോർഫസ് സോളിഡ് സബ്സ്റ്റൻസിന്റെ കേസിൽ എന്താണ്? ഒരു ദിക്കിൽ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ ആവില്ല, വേറൊരു ദിക്കിൽ മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ. സോ ദെയർ മെൽറ്റിംഗ് പോയിന്റ് ടെമ്പറേച്ചർ വേരീസ് ഇൻ എ റേഞ്ച്. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള? ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആർ അനൈസോട്രോപിക് or they exhibit anisotropic properties, whereas amorphous solid substances are isotropic or they exhibit isotropic properties. Okay, ഒരു വ്യത്യാസം കൂടി പറഞ്ഞു. amorphous solid substances are pseudo solids or supercooled liquids, whereas crystalline substances are true solids. Okay, ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നല്ലോണം പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.